ഏര് തഴുവുത്തൽ എന്നും മഞ്ചുവിരട്ട് എന്നും അറിയപ്പെടുന്ന ജല്ലിക്കെട്ട് അല്ലെങ്കിൽ സള്ളിക്കെട്ട്. വർഷം തോറും ജനുവരി മാസത്തിൽ വരുന്ന മാട്ടുപൊങ്കൽ ദിനത്തിലെ പൊങ്കൽ ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തപ്പെടുന്ന ഒരു കായിക വിനോദമാണ് ജല്ലിക്കെട്ട്. മധുരൈ, വിരുദുനഗർ ജില്ലകളിൽ മാത്രം കാണപ്പെടുന്ന പുലികുളം മാട്, കങ്കയം എന്നീ ഇനങ്ങളിലുള്ള സിബു കാളകളെയാണ് കൂടുതലായും ജല്ലിക്കെട്ടിൽ കാണാൻ സാധിക്കുക. താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ സ്റ്റേഡിയങ്ങളിലാണ് ജല്ലിക്കെട്ട് അരങ്ങേറുന്നത്. തമിഴ്നാടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും പ്രത്യേകം പരിശീലിപ്പിച്ച കാളകളും അതിനെ മെരുക്കാൻ പരിശീലനം നേടിയിട്ടുള്ള ആരോഗ്യവാന്മാരായ ചെറുപ്പക്കാരുമാണ് ഇതിൽ പങ്കെടുക്കുന്നത്. കാളയുടെ മുതുകിലെ കൊമ്പ് പോലുള്ള ഭാഗത്ത് ഇരു കൈകളാലും ബലമായി പിടിച്ച് കാളയെ ഒതുക്കാൻ ശ്രമിക്കുന്നു. കാള രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അതിൽ തൂങ്ങിക്കിടക്കാൻ ശ്രമിക്കുന്നു. എല്ലാറ്റിനും പ്രത്യേക സമയക്രമങ്ങളുണ്ട്. എത്ര നേരം കാളയുമായി മല്ലിടുന്നു, എത്ര നേരം കാളയെ ഒതുക്കി നിർത്തുന്നു എന്നിങ്ങനെയൊക്കെ. ചിലപ്പോൾ കാളയുടെ കൊമ്പിൽ കെട്ടിയിട്ടുള്ള കൊടി അഴിക്കുക, അങ്ങനെ പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് വിജയികളെ നിർണ്ണയിക്കുന്നത്. വിജയിക്കുന്ന മത്സരാർത്ഥികൾക്ക് ചെറുതും വലുതുമായ സമ്മാനങ്ങൾ അപ്പോൾ തന്നെ കൈമാറുന്നു. ജല്ലിക്കെട്ടിന് ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഒരു നീണ്ട ചരിത്രം തന്നെയുണ്ട്. ഇത് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള കായിക വിനോദങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. ഇത് തമിഴ്നാടിൻ്റെ സംസ്കാരത്തിൽ വേരൂന്നിയ ഒരു വിനോദം തന്നെയാണ്. പലപ്പോഴും പൗരുഷത്തിൻ്റെയും വീര്യത്തിൻ്റെയും പ്രതീകമായാണ് ജല്ലിക്കെട്ട് കാണപ്പെടുന്നത്. ജല്ലിക്കെട്ട് ഒരു വിവാദ വിഷയമായി ഇന്നും തുടരുന്നു. കാരണം സമീപ വർഷങ്ങളിൽ
ഏകദേശം 2008 മുതൽ 2014 വരെയുള്ള കാലങ്ങളിലെ ജല്ലിക്കെട്ടുകൾ പരിശോധിച്ചപ്പോൾ ധാരാളം മനുഷ്യരുടെയും കാളകളുടെയും മരണങ്ങളും അപകടങ്ങളും കാണാൻ സാധിക്കുകയുണ്ടായി. അതിനെ തുടർന്ന് മനുഷ്യ മൃഗാവകാശ സംഘടനകളുടെ എതിർപ്പ് രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നുണ്ടായി വരികയും 2014 ബഹുമാനപ്പെട്ട ഇന്ത്യൻ സുപ്രീം കോടതി ജല്ലിക്കെട്ട് നിരോധിക്കുകയും ചെയ്തു. ജല്ലിക്കെട്ട് നിരോധനം തമിഴ്നാട്ടിൽ വ്യാപകമായ പ്രതിഷേധത്തിന് കാരണമായി. പല രാഷ്ട്രീയ മതസംഘടനകളും ജല്ലിക്കെട്ടിന് അനുകൂലമായി വാദിക്കുകയും തങ്ങളുടെ പാരമ്പര്യവും പൈതൃകവും സംരക്ഷിക്കണമെന്ന് കോടതിയിൽ അപേക്ഷിക്കുകയും ചെയ്തു. 2017 ചില വ്യവസ്ഥകൾക്ക് വിധേയമായി പലവിധ ഉപാധികളോടുകൂടി ജല്ലിക്കെട്ടിന് കോടതി വീണ്ടും അനുമതി കൊടുത്തു. തമിഴ്നാട്ടിൽ വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ മാത്രമേ ജല്ലിക്കെട്ട് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. റൂട്ട് ഫൈൻഡർ എന്നുള്ളത് തിരുച്ചിറപ്പള്ളിക്ക് സമീപം പുതുക്കോട്ട ജില്ലയിലെ വിരാളി അമ്മൻകുളം ജല്ലിക്കെട്ട് തിരുവിഴ ഉത്സവത്തിലാണ്.